الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കാൻ കഠിന പ്രയത്നം നടത്തണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ കാരുണ്യമാണ്, ഹുദയാണ്, ശിഫയാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഈ അനുഗ്രഹത്തിലൂടെ റബ്ബ് എന്താണ് നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അത് അനുഗ്രഹമായി നമുക്ക് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ ആയത്തിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള കാരുണ്യം അഥവാ ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതനുസരിച്ചാൽ മുഴുവൻ ജനങ്ങൾക്കും, അതനുസരിക്കുന്ന ഓരോ വ്യക്തിക്കും അതിന്റെ ഗുണം കിട്ടും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക, ഇബാദത്ത് എടുക്കുക. എങ്കിൽ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവർ അഥവാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ആയിത്തീരും എന്ന്. അപ്പോൾ ആരോടാണ് ഈ പ്രഖ്യാപനം? സഹോദരി സഹോദരന്മാരെ, മുഴുവൻ ജനങ്ങളോടും. അപ്പോൾ വിശുദ്ധ ഖുർആൻ ആർക്കുള്ളതാണ്? ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം. അതിൽ മുസ്ലിങ്ങളും പെടും. മുസ്ലിങ്ങൾ ഉൾപ്പെടെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മുസ്ലിങ്ങളുടേത് മാത്രമാണെന്നൊരു മുസ്ലിം മനസ്സിലാക്കൽ വലിയ തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി വരുമ്പോൾ റസൂലുള്ള അല്ലാത്ത എല്ലാവരും മുസ്ലിങ്ങളാണ്. ആദ്യമായി സഹോദരിമാരിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ. പുരുഷന്മാരിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് അത് പ്രചരിക്കുകയാണ്. അപ്പൊ ആരോടാ സംസാരിച്ചത്? ആ മുസ്ലിങ്ങളോട്. അവരത് കേട്ടു മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഈ പള്ളിയിൽ ഇന്ന് ജുമുഅക്ക് വരാത്ത മുഴുവൻ ജനങ്ങളോടും ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് അവർക്ക് കൂടിയുള്ളതാണ് ഈ വിശുദ്ധ ഖുർആൻ. അവർക്ക് പരിശോധിക്കാം, പഠിക്കാം, അനാദരിക്കരുത് എന്ന് മാത്രം.
അപ്പോൾ മുഴുവൻ ജനങ്ങളോടും റബ്ബിന് പറയാനുള്ളത് എന്താ? നിങ്ങൾ ഇബാദത്ത് എടുക്കണം എന്നാണ്. ആർക്ക് ഇബാദത്ത് എടുക്കണം? ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവന് ഇബാദത്ത് എടുക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. അപ്പോൾ ലോകത്തോട് ഇസ്ലാം പറയുന്നത് വർഗീയതയില്ലാത്തൊരു സന്ദേശമാണ്, വിഭാഗീയതയില്ലാത്തൊരു സന്ദേശമാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് എടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി ഇബാദത്ത് എടുത്താൽ, മുഹമ്മദ് നബിയെ ഒരാൾ ആരാധിച്ചാൽ, റസൂലുള്ളാഹിയോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അയാൾ ഇസ്ലാമിന്റെ സുന്ദര വൃത്തത്തിൽ നിന്നും പുറത്തു പോകും. അപ്പോൾ ആരെ ആരാധിക്കണം? എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഐക്യത്തിന്റെ സന്ദേശമാണ്, മാനവതയുടെ സന്ദേശമാണ്, വർഗീയതയില്ലാത്ത സന്ദേശമാണ്. അതാണ് ലാ ഇലാഹ. ഒരാളെയും ഇബാദത്ത് എടുക്കരുത്, ഒരാളും അതിന് യോഗ്യനല്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. സാക്ഷാൽ ആരാധ്യൻ അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ഇബാദത്തിന് യോഗ്യരായി ആരും തന്നെയില്ല. ഇത് അംഗീകരിച്ചാൽ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്ന, നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന വിഭാഗത്തിലാവും. അപ്പോൾ ഇസ്ലാമിന്റെ അഖീദയും പരലോകവും തമ്മിലുള്ള ബന്ധം ഈ ആയത്ത് പഠിപ്പിക്കുന്നു. എന്തിന് റബ്ബിനെ മാത്രം ഇബാദത്ത് എടുക്കണം? എന്തുകൊണ്ട് റബ്ബല്ലാത്തവർക്ക് വേണ്ടി നേർച്ച കൊടുത്തുകൂടാ? എന്തുകൊണ്ട് റബ്ബല്ലാത്തവരുടെ പേരിൽ ബലിയർത്തുകൂടാ? എന്തുകൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ? ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും റബ്ബല്ലാത്തവർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അത് പ്രവേശനത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, തൗഹീദും ഇസ്ലാമിന്റെ അഖീദയും പരലോകവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മദീനയിലെ പ്രശസ്തനായ ഒരു ഇമാം, ആ ഇമാം തൗഹീദിന്റെ ആയത്തുകൾ ഓതുമ്പോൾ കരയും. സാധാരണ പരലോകത്തിന്റെ ആയത്തുകൾ ഓതുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആൾക്ക് കരച്ചു വരും. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് എടുക്കരുത് എന്ന് പറയുന്ന ആയത്തുകൾ വരുമ്പോൾ എന്തിനാ കരയുന്നത്? അതെങ്ങാനും സംഭവിച്ചു പോയാൽ, അതിൽ അബദ്ധം വന്നാൽ, മുഹമ്മദ് നബിയെ നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താലും നിന്റെ അമലുകൾ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ, നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. 5-ാം അധ്യായത്തിലെ 72-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം. മാത്രമല്ല സഹോദരങ്ങളെ, യഥാർത്ഥ പരലോക വിശ്വാസം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം. ബഹുമാന്യരായ ക്രൈസ്തവ സമൂഹം, ആ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം എന്താണ്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പാപഭാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു. യേശുവിൽ വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പൊ എന്തായി? ഈസാ നബി അലൈഹിസ്സലാം തങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാകും. അപ്പൊ ഒരു സുരക്ഷിതത്വ ബോധം വന്നു. ഞാൻ കുറച്ച് തെറ്റൊക്കെ ചെയ്താലും, കുറെ അബദ്ധങ്ങളൊക്കെ കാണിച്ചാലും, മദ്യപിച്ചാലും, സാമ്പത്തികമായി യേശു ഉണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. അപ്പോൾ അവർ വിശ്വസിക്കുന്ന പരലോകത്ത് അവരുടെ വിശ്വാസം എന്താ? പ്രശ്നമൊന്നുമില്ല, അവിടെ എത്തിയാൽ അവിടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാകും. അപ്പൊ ഒരു വ്യാജ സുരക്ഷിതത്വ ബോധം വന്നു. ഇതുപോലെ തന്നെയാണ് മറ്റ് മതങ്ങളിലെല്ലാം ഉള്ളത്. അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് കാവലുമായി ധാരാളം ദേവന്മാരും ദേവികളൊക്കെ ഉണ്ട് എന്ന ഒരു ബോധം വന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടിയോ എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെയില്ല. ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. അതാണ് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മകളെ നീ എന്റെ കരളിന്റെ കഷ്ടമാണ്,
ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് എന്ത് വേണം, ഉപ്പാനെ കൊണ്ട് സാധിക്കുന്നതെല്ലാം തരാം. പക്ഷേ മോളെ, നിന്റെ തടി ഈ നരകത്തിനെ കാക്കണം. നാളെ പരലോകത്തെത്തുമ്പോ നിന്റെ ഈമാനും ഇസ്ലാമും മോശമായിട്ട് മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് കൊണ്ടു. അതെന്റെ മകൾ ഫാത്തിമയാണെന്ന് പറഞ്ഞാൽ മലക്കുകൾ വിടില്ല. ഞാൻ മുഹമ്മദ് നബിന്റെ മോളാന്ന് പറഞ്ഞാൽ വിടില്ല. ഞാൻ പഠിപ്പിച്ച ഈമാനും ഇസ്ലാമും മോളെ നിനക്കുണ്ടെങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. സൂറത്ത് സുമറിൽ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഒരാളുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നീയാണോ ആ വ്യക്തിയെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നത്? അപ്പോൾ റസൂലുള്ളാഹിക്ക് പോലും സാധ്യമല്ല. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം ഒരു മനുഷ്യനെ കർമ്മനിരതനാക്കും. ഒരാളും രക്ഷപ്പെട്ടാവില്ല. അപ്പോൾ പരലോകത്ത് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയില്ലേ? ഉണ്ട്. അശ്ശഫാഅത്തുൽ കുബ്റാ. അങ്ങനെയാണ് ഹദീസുകളിൽ കുറിച്ച് വന്നത്. റസൂലുള്ളാഹിയുടെ ശുപാർശ. ആ ശുപാർശ എന്തിനാ സഹോദരങ്ങളെ? വിചാരണക്കെടുക്കാതെ പ്രവാചകന്മാരുടെ ഓരോരുത്തരെയും കണ്ട് ആവശ്യപ്പെട്ട് ഓരോ പ്രവാചകന്മാരും അവരുടെ വിഷയം ആദം നബി അലൈഹിസ്സലാം, ഞാൻ അന്ന് ആ കായ്ക്കനികൾ ഭക്ഷിച്ചു പോയതിന് റബ്ബ് എന്ത് വിധിക്കുമെന്ന വിഷയത്തിൽ, എന്റെ ഉപ്പയുടെ വിഷയത്തിൽ ഇസ്തിഗ്ഫാർ തേടിപ്പോയതിൽ എന്താണ് റബ്ബ് പറയുക എന്ന വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് അവസാനം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജനങ്ങൾ വന്ന് പറയുന്നു, റസൂലുള്ള കാലങ്ങളോളം സുജൂദിൽ വീഴുന്നു. അതാണ് ശുപാർശയ്ക്ക് വേണ്ടി സുജൂദ്. അല്ലാഹു പറയുന്നു, തലബക്കു മുഹമ്മദ്, നിനക്ക് എന്താണ് ആവശ്യം? റസൂലുള്ള പറയുന്നത് എന്താ? പടച്ചവനെ, ഈ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കണം, വിചാരണക്കെടുക്കണം, നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും വിടണം. അതിനാണ് ആ ശുപാർശ. അതല്ലാതെ തെറ്റ് ചെയ്ത ആളുകളെ സ്വർഗത്തിലാക്കാനുള്ള നല്ല ആ ശുപാർശ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. എല്ലാ വെള്ളിയാഴ്ചയും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുൽ ഇൻസാനിൽ നമുക്ക് കാണാം, മനുഷ്യന് നാം നന്ദിയുടെ നിലപാട് സ്വീകരിക്കാനും നന്ദികേടിന്റെ നിലപാട് സ്വീകരിക്കാനും മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം മരിക്കുന്ന അവസാന ശ്വാസം വരെ നമുക്കുണ്ട്. അതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നരകത്തിലാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. പരലോകത്ത് വെച്ച് ഒരു പരാതി ഒരാൾക്കും പറയാനുണ്ടാവില്ല. പടച്ചോനെ, നീ എന്നോട് അനീതി ചെയ്തു എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഏകദൈവാരാധന തൗഹീദ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി നമുക്കൊരു ബോധ്യം വരും, എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളും തന്റെ അമലുകളെ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഒരു പ്രസ്താവന, ഒരാളുടെ അമലുകൾ കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ആരുടെ ഇത് പറയുന്നത്? അസ്ഹാബുസ് സുഫ. വീട്ടിൽ നിന്ന് പുറത്താക്കി ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ നിനക്ക് അനന്തരാവകാശത്തില്ല, നിങ്ങളെ എനിക്ക് വേണ്ട, അങ്ങനെ മൊഴി ചൊല്ലുകയാണ് ഭർത്താവ് ഭാര്യ. അങ്ങനെ സഫ് നടത്തി കുറച്ച് സഫുകൾ ഒഴിവുണ്ട്, ഒന്ന് ക്ലിയർ ആക്കുക. സഫ് അത് ജുമയുടെ പൂർത്തീകരണമാണ്, മലക്കുകളുടെ ദുആ ലഭിക്കുന്ന ഒരു സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും സഫിന്റെ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല, മറിച്ച് ഒരു ജുമ എന്ന് പറയുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതായതുകൊണ്ട് എപ്പോഴും സഫിന്റെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട്, അതായത് എല്ലാം ഉപേക്ഷിച്ചു, അവരുടെ പ്രതീക്ഷ എന്താ അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഈ റമളാൻ മാസം വന്നാൽ പള്ളിയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും, നോമ്പ് തുറക്കാനൊക്കെ നല്ലതാണ്. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും കാണാം, ഉടുത്തു പോകുമ്പോൾ അവിടെ കുറച്ച് ഈത്തപ്പഴം. അത് അന്ന് തുടങ്ങിയതാണ്. ഇത് എല്ലാം ഉപേക്ഷിച്ചു പള്ളിയിലുള്ള ഈ സത്യവിശ്വാസികളുടെ ഭക്ഷണം എന്താണെന്നറിയോ? രാവിലെ മറ്റു സ്വഹാബികൾ സുബഹിക്ക് വരുമ്പോൾ വല്ലതും കിട്ടിയാൽ അതായി. അതാണ് അന്ന് തുടങ്ങിയതാണ്. ആ അസ്ഹാബ് സുഫയോട് അവരുടെ പുറത്ത് ചാട്ടവാറ് കൊണ്ടുള്ള അടിയുണ്ട്. അവരോടാ പറയുന്നത്, അധ്വാനം കൊണ്ട് പ്രവർത്തനം കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആരും റസൂലുള്ളാഹിയോട് എന്താ നബികളെ പറയുന്നത്?
ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീടും നാടും ഉപേക്ഷിച്ച് ഈ പള്ളിയിൽ താമസിച്ച് ഞങ്ങൾക്ക് സ്വർഗമില്ലെന്നോ അവരാരും പ്രതിഷേധം പറഞ്ഞില്ല. കാരണം ഇസ്ലാം പഠിപ്പിച്ച സ്വർഗവും ഇസ്ലാം പഠിപ്പിച്ച നരകവും അവർക്കറിയാം. അതങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന് അവർ തിരിച്ചൊരു ചോദ്യം ഹബീബായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോൾ ചുണ്ടനങ്ങിയേ പറ്റൂ. ഏറ്റവും ചുരുങ്ങിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം പടച്ചോനെ റസൂലുള്ളാഹിക്ക് രക്ഷയും സമാധാനവും നൽകണമേ എന്നതാണ്. മാത്രമല്ല സ്വലാത്ത് ചെല്ലാത്തവരെ കുറിച്ച് പിശുക്കന്മാർ എന്നാണ് പറഞ്ഞത്. നമ്മൾ അഹങ്കാരം കാണിക്കരുത്. എപ്പോൾ എവിടെ വെച്ച് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല സലാം ചെല്ലേണ്ടത്, മറിച്ച് റസൂലുള്ളാഹിയെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ ഇസ്ലാമിന്റെ ഒരു ശത്രു ഒരു പൊതുയോഗം വെച്ച് റസൂലുള്ളാഹിയെ അപഹസിക്കുക. അപ്പൊ നമ്മൾ ബസ്സിൽ നിന്ന് കടന്നു പോവുക, ഇവരുടെ മുഹമ്മദ്, അപ്പൊ നമ്മൾ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലുള്ളാഹിയെ ഓർമ്മ വന്നു, നമ്മൾ കാറിൽ യാത്രയും അപ്പ പറയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച വന്നാൽ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച വന്നാലുള്ള അമലുകളിൽ ഏറ്റവും പ്രധാനം അക്സിറു അലൈഹി, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ഏത് സമയത്തും ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ സഹോദരങ്ങളെ, ഈ സ്വഹാബികൾ അവർ തിരിച്ചൊരു ചോദ്യം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താണ് ചോദ്യം? യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കാര്യം സംബന്ധിച്ചു ഞങ്ങളുടെ അമലുകളെ കൊണ്ട് മാത്രം ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് പ്രവേശിക്കില്ലേ? അങ്ങയുടെ അമലുകളെ കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ? ഈ ചോദ്യവും ഇതിന് റസൂലുള്ളാഹി കൊടുത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയും നമ്മുടെ മനസ്സിൽ കുത്തിവെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ഞാനുമില്ല, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം, എന്റെ അമലുകളെ കൊണ്ട് മാത്രം ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അടുത്ത വാചകം, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലാ. അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു റസൂലുള്ളാഹി സ്വർഗത്തിൽ കടക്കുന്നത് മാത്രമല്ല, ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് പുറത്തു വരുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. നമ്മൾ ഇന്ന് എത്ര പ്രാവശ്യം റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞു, ആ റസൂലുള്ളാഹിയോടൊപ്പം റസൂലുള്ളാഹിയുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ ഉപ്പയേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, ഈ ലോകത്തുള്ള ആരെക്കാളും നമുക്ക് പ്രിയം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ റസൂലുള്ളാഹി പറയുന്നു, ഞാനും പ്രവേശിക്കില്ല, എന്റെ അമലുകൾ കൊണ്ട് മാത്രം പ്രവേശിക്കില്ല. എങ്ങനെയല്ലാതെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കണ്ട്, അവിടുത്തെ തഹജ്ജുദ് കണ്ട്, അവിടുത്തെ നിലപാട് കണ്ട് അല്ലാഹു റസൂലുള്ളാഹിയെ തൃപ്തിപ്പെടുന്നു. എന്റെ അടിമ മുഹമ്മദ് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ റസൂലുള്ളാഹി സുജൂദിലാണ്. ഒരു വലിയ ശബ്ദം കേട്ടു. ആളുകൾ എന്താണെന്ന് അന്വേഷിക്കാൻ അങ്ങോട്ടും റസൂൽ അവിടെ കണ്ടുവരും. എന്നതാണ് പ്രശ്നം. അത്ര എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ജീവിതം തന്നെ ചലനമാക്കി മാറ്റിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറക്കം പോലും അടുത്ത പ്രവർത്തനത്തിന് വേണ്ടിയാക്കി മാറ്റിയ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകൾ സമം സ്വർഗമല്ല. ആ അമലുകൾ കാരണത്താൽ അല്ലാഹു അവന്റെ റഹ്മത്തും ഫദ്ലും കൊടുക്കുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ. നമ്മുടെ കാര്യം നമ്മളെ വിചാരം എന്താ? ഇനി അത്യാവശ്യം ഈ സിറ്റി ആരെങ്കിലൊക്കെ സ്വർഗത്തിൽ പോകാൻ ഞാനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അഞ്ചേറ് നിസ്കാരവും കാര്യമൊക്കെ എടുത്തല്ലോ. തെറ്റാണ് സഹോദരങ്ങളെ, സാധ്യമല്ല. കാരണം പ്രവിശാലമായ അന്ത്യമില്ലാത്ത പടച്ചോന്റെ വിരുന്നാണ് സ്വർഗം. നുസുലം മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിന്റെ വിരുന്ന്, അതാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിലേക്ക് നമ്മുടെ അമലുകൾ കൊണ്ടെത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയൊന്നും ചില ആൾക്കാർ പറയും, ഏതായാലും പ്രായാവല്ലേ, എനിക്കിനൊക്കെ മതി. തെറ്റ്. പ്രായാവല്ലേ, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മറ്റേ സുന്നത്ത് അത്ര ശ്രദ്ധിക്കലില്ല, അതുകൂടി ഒന്ന് എടുക്കണം. സുന്നത്ത് നോമ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ, അതുകൂടി ഒന്ന് എടുക്കണം. രാവിലത്തെ ദിക്ർ ഞാൻ അത്ര ശ്രദ്ധിക്കലില്ല, അത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഒരു ജുസെങ്കിലും ഒരു ദിവസം ഓതണം.
എന്നാണ് വരേണ്ടത്? പ്രായം കൂടുമ്പോൾ നമ്മൾ ഖബറിലേക്ക്, മരണത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ LKG കഴിഞ്ഞ കുട്ടി UKG കഴിഞ്ഞാൽ 1, 2, 3. ദീനിന്റെ കാര്യത്തിൽ ചിലർ എപ്പോഴും LKG തന്നെ. അന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് 4 സൂറത്ത്. ഇപ്പം കൈകെട്ടിയാൽ ഉടൻ വരും ഇദാ ജാ നസ്റുല്ലാഹി. അത് മോശപ്പെട്ട സൂറത്തൊന്നല്ല, നല്ല വിലപ്പെട്ടതാണ് എല്ലാം. പക്ഷേ വേറെ സൂറത്ത് ഖുർആനിലില്ല, വേറെ ആയത്ത് ഖുർആനിലില്ല. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ അത്രയുള്ളൂ. അതല്ല, നമ്മൾ വളരണം, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള വിശ്വാസപരമായ വേണ്ടാത്തരങ്ങളുടെയും ബേസ് മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വിചാരിച്ചാൽ ഈ ഉറൂസുകൾ മുഴുവൻ ഇല്ലാതായി പോകും. മരണപ്പെട്ടവർ കേൾക്കൂല പേര് കിട്ടിയാൽ ഒരു റാത്തീബും ഒരു മൗലൂദും ഉണ്ടാവില്ല. മരണപ്പെട്ടവർ കേൾക്കൂല എന്ന് ഉറപ്പിച്ചാൽ മരണപ്പെട്ടവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ സിറ്റിയുടെ വ്യത്യസ്ത ഭാഗത്തുള്ള ഖബറിന്റെ അടുത്തേക്ക് പോയി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, ഉപദ്രവങ്ങൾ ഒഴിവാകാൻ വേണ്ടി അവരോട് തേടുന്നത് എന്തിനാ? അവിടെ പോയി നേർച്ച കൊടുക്കുന്നത് എന്തിനാ? അവർ കേൾക്കും വിചാരിച്ചല്ലേ. لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇമാം ഖുർത്തുബി ഇതിന് വിശദീകരണം കൊടുക്കുകയാണ്. ഇതിൽ വിഗ്രഹങ്ങൾ പെടും, ഇതിൽ അമ്പിയാക്കന്മാര് പെടും. അത് വിഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതാ. ഔലിയാക്കന്മാർ കേൾക്കും ഇല്ല, അമ്പിയാക്കന്മാർ വരെ കേൾക്കില്ല. അമ്പിയ ആരും, അല്ലാത്ത ഒരാളും ദുആ കേൾക്കുകയില്ല, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. നിങ്ങൾ കേട്ട് സങ്കല്പിക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. അടുത്ത വാചകം എന്താ? വയൗമൽ ഖിയാമ, റിസൾട്ട് അവിടെ. അവർ നിഷേധിക്കും, നിങ്ങളുടെ ദുആയെ നിഷേധിക്കില്ല, നിങ്ങൾ ചെയ്ത ശിർക്കിന്. എന്താ കാര്യം അറിയോ സഹോദരന്മാരെ? മദ്രസയിൽ പഠിച്ച കുട്ടികൾക്കറിയാം സമീആര അല്ലാഹു സുബ്ഹാനഹു വ തആല, ബസീറാര അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു, എല്ലാം കാണുന്നവൻ അല്ലാഹു, എല്ലാം അറിയുന്നവൻ അല്ലാഹു. അതാണ് അല്ലാഹുവിന് 99 നാമവിശേഷണങ്ങളുണ്ട്. വമൻ ഹഫിളഹ, അതെങ്ങാനും ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. നമ്മൾ മനസ്സിലാക്കി ഹിഫ്ള് എന്താ? കേവലം കാണാതെ പഠിക്കൽ. എന്നാൽ ഇസ്ലാമിലെ ഹിഫ്ള് അതല്ല, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തൽ കൂടി ഉണ്ടെങ്കിലേ ഹിഫ്ളാകൂ. ഒരു കുട്ടി ഖുർആൻ 30 ജുസു പഠിച്ചു, പക്ഷേ അവൻ വായനശാലയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ർവാൻ കൊടുത്തു, അവന് വായന തുടരുന്നു എങ്കിൽ അവൻ യഥാർത്ഥ ഹാഫിളല്ല. അവന് ഖുർആനിന്റെ അക്ഷരങ്ങൾ അറിയാം. അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി പത്രം അവിടെ വെച്ച് അവൻ നേരെ പള്ളിയിലേക്ക് നടക്കുമ്പോൾ അവൻ ഹഫിളഹ എന്ന് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹിഫ്ദിൽ അവനെത്തും. അപ്പോൾ അല്ലാഹു സമീആണ് എന്ന് അങ്ങ് കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു ആകുന്നു. ഉറപ്പിച്ചോ, എല്ലാം അല്ലാഹ് മാത്രമേ കേൾക്കൂ. മുഹീദ്ദീൻ ശൈഖ് എല്ലാം കേൾക്കുമോ ഇല്ലേ? ബദരീങ്ങൾ എല്ലാം കേൾക്കുമോ ഇല്ലേ? ഉത്തരം മനസ്സിൽ പറയൂ. എല്ലാം കേൾക്കില്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണിന് വിളിക്കുവോ? എല്ലാം കേൾക്കില്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണിന് വിളിക്കില്ല. അപ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്നൊരാൾ വിളിക്കുന്നതോടുകൂടി എന്തായി? എല്ലാം കേൾക്കുന്നവൻ എന്ന വിശേഷണം ശൈഖിനുണ്ട്. ഇസ്ലാം കഴിഞ്ഞു. പറയുക കാര്യം അല്ലാഹു ഏകനാകുന്നു. അവന്റെ സത്തയിൽ, ഗുണവിശേഷണങ്ങളിൽ, എല്ലാ അഫ്ആലുകളിൽ എല്ലാം അല്ലാഹു ഏകൻ. അവിടെ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ബദരീങ്ങളെ തള്ളിപ്പറയരുത്, ഉഹദീങ്ങളെ തള്ളിപ്പറയരുത്, അമ്പിയാക്കന്മാരെ തള്ളിപ്പറയരുത്. അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് യേശുവെ രക്ഷിക്കണേ, ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കൽ ഈസാ നബിയെ തള്ളിപ്പറയലാണ് അലൈഹിസ്സലാം.
മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കൽ മൊഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളിപ്പറയലാണ്. അവർ അത് പഠിപ്പിച്ചിട്ടില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് വഇദാ സഅൽത ഫസ്അലില്ല വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം. ഇത് ഷെയ്ഖ് പഠിപ്പിച്ചത് ഷെയ്ഖിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിന് ഉത്തരവാദിത്തമില്ല. ബദരീങ്ങളെ വിളിക്കാൻ പഠിപ്പിച്ചോ? അവർക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം ഫസ്തജാബ ലക്കും, അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു. അപ്പോൾ ബദരീങ്ങൾക്ക് പ്രതിസന്ധി വന്നപ്പോൾ ബദരീങ്ങൾ വിളിച്ചത് കഴിഞ്ഞുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ല, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അല്ല. ദാവൂദ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും അലൈഹി ഇസ്ലാം അവരെല്ലാവരും വിളിച്ച റബ്ബിനെയാണ് വിളിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷപ്പെടണോ? ചിന്തിക്കുക. ജീവിതത്തിന്റെ എവിടെയെങ്കിലും റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബിന്റെ പടപ്പുകളിലേക്ക് തിരിച്ചു കൊടുത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അബദ്ധം. പിന്നീട് അമലുകൾ കൊണ്ട് കാര്യമില്ല. അത് പിന്നെ ഞാൻ അവിടുത്തെ ഒരു പുതിയാപ്പിള. അപ്പൊ പിന്നെ അവിടെ ഒരു മരണം സംഭവിച്ചു, 3-ാം ദിവസം എല്ലാവരും വരുമ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും മോശം. അതുകൊണ്ട് ഞാൻ അവിടെ പറ്റില്ല. ഒരു മരണ വീട്ടിൽ നീ 1-ാം ദിവസം വേണം, 2-ാം ദിവസം വേണം, 3-ാം ദിവസവും വേണം. പക്ഷേ 3-ാം ദിവസം റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മൗലിദ് ഓതാൻ, റാത്തി ഓതാൻ വരുമ്പോൾ നീ അവിടെ ഉണ്ടാകരുത്. അശ്ഹദു, ഞാൻ സാക്ഷിയാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഒരാളും ആരാധ്യനായില്ല. ഇവിടെ വിളിക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഞാൻ. അപ്പൊ നമ്മൾ പിന്നെ പറയും ഒരു 3 ദിവസം ഉണ്ടായിരുന്നു, ഇവർ വന്നപ്പോൾ അത് നമ്മളെ പിന്നെ പറഞ്ഞോട്ടെ. നല്ല മനുഷ്യനാണ്, പക്ഷേ അപ്പന്റെ ആടിന് വരൂല, മൗലൂദിന് വരൂല, റാത്തിന് വരൂല. ഇത് യോഗ്യതയല്ലേ സഹോദരങ്ങളെ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മായിക്കളെ അവിടെ ഉണ്ട് തോന്നി, ഇല്ലാന്ന് തോന്നി, അവിടെ ഉണ്ടോ? ഉണ്ട്, ഇല്ല, അത് വേണ്ട. ഇത് കലിമത്തു ഷഹാദയുടെ വിഷയമാണ്. അശ്ഹദു, ഞാൻ സാക്ഷ്യം, അഖൂലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യമാകണം റബ്ബല്ലാത്ത ഒരാളും ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും യോഗ്യതയില്ല എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ഇത്തിരി നേരം സംസാരിച്ച് എന്തിനെ പറ്റിയാ? നമ്മൾ പറയല്ലേ, ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ എന്ന് പറഞ്ഞില്ലേ? ഈമാനോടുകൂടി മരണപ്പെടണോ? റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഒന്നും റബ്ബല്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നേർച്ച അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കൊടുക്കുന്നുണ്ടോ, നമ്മുടെ അനിയത്തി കൊടുക്കുന്നുണ്ടോ എങ്കിൽ അപകടമാണ് അവിടെ ഉള്ളത്. നേർച്ച ഇബാദത്താണ്. യുഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. നേർച്ച ഇസ്ലാമിലുണ്ട്. നേർച്ച ഇബാദത്താണ്. അടുത്ത തിങ്കളാഴ്ചത്തെ നോമ്പ് ഞാൻ നോൽക്കും ഇൻഷാ അല്ലാഹ്. ഒരാൾ നേർച്ചയാക്കിയാൽ നോമ്പ് നോൽക്കും നിർബന്ധമായി. എന്തിനാ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത്? പടച്ചോന്റെ പ്രീതി കിട്ടാൻ. അപ്പോൾ നേർച്ച ഇബാദത്തായതുകൊണ്ട് പടച്ചോന് മാത്രം. ജാറത്തിലേക്ക് എന്റെ വക ഒരു ജാക്കരി, അപ്പോൾ ആ ഒരു ജാക്കരി കൊടുക്കുമ്പോ ആ ജാറത്തിൽ മരിച്ചു കിടക്കുന്ന ശൈഖിന്റെ പ്രീതി കഴിഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത മുസ്ലിം സമൂഹം, പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പോകാൻ പാടില്ല എന്ന് പറയുന്നവർ പോലും ജാറങ്ങളിലേക്ക് പോകുന്നു. പരപുരുഷന്മാരൊന്നും അവിടെ പ്രശ്നമല്ല. എന്നിട്ട് അവിടെ പോയി അവരുടെ വിഷമങ്ങൾ അല്ലാഹുവേ നീ നൽകിയതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിന് നൽകാനും ആരുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? അൽ വദൂദ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബാണ്, നമ്മുടെ ഉമ്മയല്ല. ഉമ്മയെ നമുക്ക് നൽകിയവനാണ്. നമ്മുടെ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ മകനോ മകളോ അല്ല നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മകളെ നൽകിയവൻ, മകനെ നൽകിയവൻ ആ റബ്ബാണ്. അതുകൊണ്ട് ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന റബ്ബുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലുകൾ വർദ്ധിച്ചു വരും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം
അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ വളരെ വളരെ ബോധപൂർവം പരിശ്രമിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരം സലഫുകളുടെ രീതിയിലാണ്. സലഫുകളുടെ സംസാരത്തിന്റെ പ്രത്യേകത, അവർ സംസാരം കേൾക്കുന്നവരുടെ പ്രീതി പ്രതീക്ഷിക്കില്ല. സംസാരിക്കാൻ കഴിവ് നൽകിയ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കും. അപ്പോ ഒരു ഉഷാറായി സംസാരിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാരെയും പ്രീതി നമുക്ക് കിട്ടും. പക്ഷെ ആ സംസാരിച്ചത് റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ? ഇതായിരിക്കണം നമ്മുടെ സംസാരങ്ങളിൽ. നമ്മൾ പടച്ചോനെ, എന്റെ ഈ സംസാരം റബ്ബിന് ഇഷ്ടപ്പെടുമോ? അതാണ് അടിസ്ഥാനം. അതാണ് ഖുലിൽ ഹഖ് വലൗ കാന മുറ. നീ സത്യം പറയണം, എത്ര കൈപ്പുള്ളതാണ്. അപ്പോൾ വന്നുകൂടാ, നമീമത്ത് വന്നുകൂടാ, കളവുകൾ വന്നുകൂടാ. അപ്പൊ ഇതൊക്കെ സ്ഥാനത്ത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതിലേക്ക് കൊണ്ട് പ്രവേശിച്ചാൽ തിന്മയെ നമുക്ക് ഒഴിവാകുന്നു. ഒരു സ്വഹാബി സുബഹി നിസ്കരിച്ച ഉടനെ വീട്ടിലേക്ക് ഓടി. സുബഹി നിസ്കരിച്ച് അങ്ങനെ ഓടാൻ പാടില്ല, അവിടെ ഇരുന്ന് ദിക്റും ദുആയൊക്കെ ചെല്ലേണ്ട സമയമാണ്. പക്ഷെ നേരെ വീട്ടിലേക്ക് പോകും. അപ്പൊ മറ്റുള്ളവർ അന്വേഷിച്ച് എന്താ പ്രശ്നം, ഈ ഇങ്ങനെ ധൃതിപ്പെട്ട് ഓടുന്നത്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? അല്പം വിഷമത്തിലാണ്, പട്ടിണിയിലാണ്. അപ്പോ ഞാൻ സുബഹി നിസ്കരിച്ച് ദിക്റും ദുആയൊക്കെ ചൊല്ലി വൈകി വീട്ടിലെത്തിയാൽ എന്റെ കുട്ടികൾ എഴുന്നേറ്റ് അവരുടെ വിശപ്പിന്റെ ശക്തി കൊണ്ട് തൊട്ടടുത്ത പറമ്പുകാരന്റെ ഈത്തപ്പഴം എന്റെ മുറ്റത്തേക്ക് വീഴുമ്പോ അതെടുത്തിട്ട് എന്റെ മക്കള് ഭക്ഷിക്കാൻ സാധ്യത. അതുകൊണ്ട് അവർ ഉണരും മുമ്പ് ആ ഈത്തപ്പഴം എടുത്ത് അടുത്ത പറമ്പിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഹറാമിന്റെ ഒരു കഷ്ണം പോലും തങ്ങളുടെ മക്കളുടെ വയറ്റിൽ പോലും എത്താതിരിക്കാൻ മഹാന്മാരായ സലഫുകൾ, സ്വഹാബികൾ കാണിച്ച ശ്രദ്ധ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നമ്മൾ പലരും ധർമ്മം കൊടുക്കുന്നവരല്ലേ? പാവപ്പെട്ടു വന്നാൽ സഹായിക്കൂലേ? സഹായിക്കണം. പക്ഷേ നിർബന്ധ ദാനം കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാം കാര്യം 5 ആണ്, 4 അല്ല. സകാത്ത് കണക്കൂട്ടാത്തവർ പാവപ്പെട്ടവരെ സഹായിച്ചു കൊടുക്കുക, സഹായിച്ചോളൂ. പക്ഷേ നിർബന്ധദാനമാണ് സകാത്ത്. നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ കയ്യിലുണ്ടോ എങ്കിൽ 250 രൂപ സകാത്തിന്റെ മാർഗത്തിൽ മാറ്റിവെക്കണം. അത് നിന്റേതല്ല, അത് നിന്റെ സമ്പത്തിലുള്ള പാവപ്പെട്ടവന്റെ അവകാശമാണ്. എങ്കിലേ 9,750 ശുദ്ധമാവുകയുള്ളൂ. സഹോദരിമാർ അവരുടെ സ്വർണത്തിന്റെ, അതേപോലെ നമ്മുടെ കച്ചവടങ്ങളുടെ എല്ലാം സകാത്ത് കൃത്യമായി പുരുഷന്മാരും സ്ത്രീകളും കൊടുക്കണം. അവിടെ നമ്മൾ എവിടെ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളിലൂടെ ഓടുന്ന രക്തത്തിൽ മറ്റവന്റെ അംശമുണ്ടാകരുത്, അന്യായമായതുണ്ടാകരുത്. ഈ നിർബന്ധ ബുദ്ധി ഈ ഖുർആനും ഹദീസും പഠിച്ച തൗഹീദിനാൽ ഊട്ടപ്പെട്ട മഹാന്മാരായ ചില ആൾക്കാർ ചോദിക്കുകയാണ്, സ്വഹാബികളും മനുഷ്യന്മാരല്ലേ, നമ്മളും മനുഷ്യന്മാരല്ലേ? വിവരമില്ലാത്തവർ ഖുർആനും ഹദീസും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സ്വഹാബികളുടെ മാർഗത്തിലാണെന്ന് ഖുർആനാ പഠിപ്പിച്ചത്. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. പഠിച്ചു പോയ ആൾക്കാരെ കുഴപ്പം അറിയോ? സത്യം മനസ്സിലായതിനു ശേഷവും റസൂലുള്ളാഹിയോട് എതിര് പ്രവർത്തിച്ച അടുത്ത വാചകം എന്താ? അവർ സ്വഹാബികളുടേതല്ലാത്ത മുഅ്മിനീകൾ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചു. ഖുർആൻ 4:115 പറഞ്ഞ ഈ സത്യവിശ്വാസികൾ ആരാണ്? സ്വഹാബികൾ. അവരെ പറ്റി അല്ലാഹു സൂറത്തു തൗബയിൽ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അപ്പൊ അവര് നമ്മൾ സമാണോ? അല്ല. അതുകൊണ്ട് വിവരക്കേട് പറയരുത്. സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവസിച്ചവരെ പറ്റി ഖുർആനും ഹദീസും കൃത്യമായി പഠിപ്പിക്കുന്നു. അവരെങ്ങനെയാണോ ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിന്റെയും ഹദീസിന്റെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത്, അതിന്റെ ഞാൻ ഇന്ന് ഖുർആൻ ആയത്ത് ഓതിയപ്പോൾ എനിക്കൊന്ന് പുതിയൊരാശയം കിട്ടി. എന്താശയം? പുതിയൊരാശയവും 1400 കൊല്ലങ്ങൾ മുമ്പ് മുഴുവൻ ആശയവും കംപ്ലീറ്റ് ആയി. ഇനി നിന്റെ ബുദ്ധി ഇവിടെ പ്രവർത്തിക്കാൻ മുഴുവൻ മനുഷ്യന്മാർക്കും ബുദ്ധി നൽകിയ അല്ലാഹു കൊടുത്ത വഹിയാണ് ഖുർആൻ. അതാ വഹി തന്നെയാണ് ഹദീസും. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വഹാബികളുടെ മാർഗം അതാണ്. സലഫി മസ്ജിദ്, സലഫി മദ്രസ എന്നൊക്കെ പറഞ്ഞെന്താ? ആ പള്ളിയിൽ ഒരു പഴയ ആൾക്കാരാണ്. അല്ലാണ്ട് റസൂലിന്റെ കാലത്തുള്ളത് ഒരു ആണ്ടുമില്ല, ഒരു നേർച്ചയില്ല, ഒരു മൈക്കരിച്ചൊരു സലാത്തും ഒന്നുമില്ല. ഒരു പഴയ ആൾക്കാരാണ്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മദീന പള്ളിയിലൊക്കെ ഉള്ളതുപോലെ ഇമാം മട്ട് മാറി കൊണ്ടിട്ട് ഓരോരുത്തർ
നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉഷാറല്ല, ഒരാൾ ഇങ്ങനെ ദ്വാരക്ക് ബാക്കി ആമീൻ പറയും, അതൊന്നുമില്ല. പഴയ ആൾക്കാർ, അതാണ് പഴയ ആൾക്കാർ. ആ പഴയത് പഴഞ്ചനല്ല, അതാണ് ഏറ്റവും നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ സ്വഹാബത്തിനേക്കാൾ വലിയ വിവരം നമുക്കില്ല. അതുകൊണ്ട് പഴയതിലേക്ക്, സലഫുകളുടെ മാർഗത്തിലേക്ക് തിരിച്ചു പോവുക. നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകണം. അവർ സുബ്ഹിക്ക് എഴുന്നേറ്റു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. നമ്മുടെ ഭാര്യമാർക്ക് ദീൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിൽ പോവുക. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹ്ലുകാരുടെ ശരീരങ്ങളെയും നരകത്തുനിന്ന് കാത്തിരക്ഷിക്കണം. ആ ശ്രദ്ധ നമ്മിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ പലരും നമ്മൾ ഈ ജുമുഅയിൽ പങ്കെടുക്കുമ്പോൾ അവർ ഖബറിലാണ്. അല്ലാഹുവേ, ആ സത്യവിശ്വാസികളുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ കടമില്ലാതെ മരിക്കാൻ, സാമ്പത്തിക ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി, സാമ്പത്തികമായി പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, നിനക്കതറിയാം. നീ അത് പരിഹരിച്ചു തരണമേ, നീ അത് പരിഹരിച്ചു തരണമേ, നീ അത് പരിഹരിച്ചു തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് ഞങ്ങളുടെ മക്കൾ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മക്കളെ നീ എത്തിക്കേണമേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുത് ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.